ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ASA ക്ലാസ്സസ്. അപ്പോൾ നമ്മളിന്ന് പഠിക്കാനെന്ന് വെച്ചാൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ ഇംഗ്ലീഷിൻ്റെ PYQ കഴിഞ്ഞ വർഷമൊക്കെ ചോദിച്ച ക്വസ്റ്റ്യൻ. PYQ എന്ന് വെച്ചാൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻസ് ആട്ടോ, ഓണപരീക്ഷയ്ക്ക്. ഓക്കെ, നമുക്കെന്ന് നോക്കിയാലോ. ഇതാണ് നമ്മുടെ ആദ്യത്തെ പേജ്. ഫുള്ള് 4 പേജുണ്ട്. നമ്മുടെ ആദ്യത്തെ പേജാണ് കേട്ടോ ഇത്. ഓക്കെ, നോക്കിക്കുക. അതിന് ഇൻസ്ട്രക്ഷനൊക്കെ തന്നിട്ടുണ്ട്. 15 മിനിറ്റ് കോൾ ഓഫ് ടൈം ആയിരിക്കും. എല്ലാ ആക്ടിവിറ്റി അറ്റംപ്റ്റ് ചെയ്യണം. രണ്ടാമത്തെ മൂന്നാമത്തെ ആക്ടിവിറ്റിയിൽ എയോ ബിയോ ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ആദ്യത്തെ ആക്ടിവിറ്റി, റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. താഴെ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് വായിക്കാം. ആക്ടിവിറ്റീസാണ്. പാസേജ് വായിച്ച് അതിൻ്റെ ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഇതുപോലത്തെ 2-3 ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട്. അതിന് ആൻസർ ചെയ്യാനാട്ടോ പറഞ്ഞിരിക്കുന്നത്. റിയ ഈസ് എ 12-year-old ഗേൾ സ്റ്റഡിങ് ഇൻ ക്ലാസ് 7. V11 എന്ന് വെച്ചാൽ 7 എന്നാട്ടോ. 7. റിയ എന്നാണ് കൊച്ചിൻ്റെ പേര്. റിയ ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഷി ഹാസ് ലോങ് കേർലി ഹെയർ ആൻഡ് എ പ്ലസൻറ്റ് ഫേസ്. അവൾക്ക് നീളമുള്ള ചുരുണ്ട മുടിയും നല്ല എപ്പോഴും സന്തോഷമുള്ള ഒരു മുഖമുണ്ട്. ഷി ലവ്സ് ടു ഡ്രോ ആൻഡ് പെയിൻറ്റ്. അവൾക്ക് പടം വരയ്ക്കാനും പെയിൻറ്റിങ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ടുഡേ ഈസ് ദ ആർട്ട് കോമ്പറ്റീഷൻ. ഷീ തോട്ട് വൈൽ ഗെറ്റിംഗ് റെഡി ഫോർ സ്കൂൾ. ഇന്നാണല്ലോ ആർട്ട് കോമ്പറ്റീഷൻ. അവൾ സ്കൂളിലോട്ട് പോകാൻ വേണ്ടി ഒരുങ്ങുന്ന സമയത്ത് ആലോചിച്ചു. ഷീ റീച്ച്ഡ് സ്കൂൾ ഏർലി. അവൾ നേരത്തെ സ്കൂളിൽ ചെന്നു. ഷീ കെപ്റ്റ് ഹെർ കളർ പെൻസിൽ റെഡി ആൻഡ് അറേഞ്ച്ഡ് എവറിത്തിങ് ഓൺ ദ ടേബിൾ. അവളുടെ കളർ പെൻസിലും എല്ലാം ഡ്രോയിങ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചു. ടേബിളിൽ അറേഞ്ച് ചെയ്ത് വെച്ചു. ഹെർ ഫ്രണ്ട് ആഷ കെയിം ഇൻ ആൻഡ് ആസ്ക്ഡ് റിയ വൈ ആർ യു ഹെർ സോ ഏർലി. അവളുടെ ഫ്രണ്ട് ആശ വന്നിട്ട് അവളോട് ചോദിച്ചു, നീ എന്താണ് ഇത്ര നേരത്തെ വന്നിരിക്കുന്നതെന്ന് ചോദിച്ചു. റിയ സ്മൈൽഡ് ആൻഡ് സെഡ്. അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഐ ലൈക്ക് ടു സിറ്റ് ക്വയറ്റ്ലി ഫോർ സം ടൈം ബിഫോർ ഐ സ്റ്റാർട്ട് ഡ്രോയിങ്. എനിക്ക് കുറച്ച് നേരം ഡ്രോയിങ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് നേരം ശാന്തമായിട്ടിരിക്കാനാണ് ഇഷ്ടം. ഇറ്റ്സ് ഹെൽപ്പ് മീ തിങ്ക് ബെറ്റർ. അതിനെ ഇച്ചിരി കൂടി നന്നായിട്ട് ചിന്തിക്കാൻ സഹായിക്കും. റിയ സ്മൈൽഡ് ആൻഡ് സെഡ്. അവൾ ദ ആർട്ട് കോമ്പറ്റീഷൻ സ്റ്റാർട്ടഡ്. ആർട്ട് കോമ്പറ്റീഷൻ തുടങ്ങി. എവരിവൺ ബിഗാൻ ഡ്രോയിങ്. എല്ലാവരും പടം വരയ്ക്കാൻ തുടങ്ങി. സഡൻലി വാട്ടർ ഫ്രം മനുസ് വാട്ടർ ബോട്ടിൽ ഫെൽ ഓവർ ആൻഡ് ഹിസ് പേപ്പർ ഗോട്ട് വെറ്റ്. പെട്ടെന്ന് മനുവിൻ്റെ വാട്ടർ ബോട്ടിലെ വെള്ളം വീണ് അവൻ്റെ പേപ്പർ നനഞ്ഞു. അവൻ്റെ പേപ്പർ നനഞ്ഞു. ഹീ ലുക്ക്ഡ് വെരി സാഡ്. അവൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ റിയ ഗേവ് ഹിം എ ന്യൂ പേപ്പർ. ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ ഒട്ടും മടി കൂടാതെ. മടി കൂടാതെ എന്നാട്ടോ ഹെസിറ്റേഷൻ. വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ എന്ന് വെച്ചാൽ ഒരു മടിയും കൂടാതെ റിയ ഗേവ് ഹിം എ ന്യൂ പേപ്പർ. റിയ അവനൊരു പുതിയ പേപ്പർ കൊടുത്തു. താങ്ക് യു റിയ സെഡ് മനു ഹാപ്പിലി. മനു സന്തോഷത്തോടെ പറഞ്ഞു താങ്ക് യു റിയ. അവളോട് താങ്ക് യു പറഞ്ഞു. റിയ സ്മൈൽഡ്. അവൾ പുഞ്ചിരിച്ചു. ഷീ വാസ് ഓൾവേസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവൾ എപ്പോഴും നല്ല കൈൻഡും ഹെൽപ്ഫുള്ളായിരുന്നു. കൈൻഡ് എന്ന് വെച്ചാൽ ദയ, ഹെൽപ്ഫുൾ എന്ന് വെച്ചാൽ എപ്പോഴും സഹായം ചെയ്യാനുള്ള മനസ്സുണ്ടായിരുന്നു അവൾക്ക്. റിയ ഡിഡിൻ ഗെറ്റ് എനി പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. റിയക്ക് കോമ്പറ്റീഷനിലൊരു പ്രൈസും കിട്ടിയില്ല. ബട്ട് ഷീ വാസ് നോട്ട് സാഡ്. പക്ഷെ അവൾ സങ്കടത്തിലല്ലായിരുന്നു. ഷീ കൺഗ്രാജുലേറ്റഡ് ഹെർ ഫ്രണ്ട് ഹൂ വോൺ ദ പ്രൈസ് ആൻഡ് സെഡ് നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ ടു മേക്ക് എ ബെറ്റർ ഡ്രോയിങ്. അവളുടെ അവളുടെ പ്രൈസ് കിട്ടിയ ഫ്രണ്ടിനെ അഭിനന്ദിച്ചിട്ട് പറഞ്ഞു, നെക്സ്റ്റ് ടൈം ഐ വിൽ ട്രൈ ടു മേക്ക് എ ബെറ്റർ ഡ്രോയിങ്. അടുത്ത പ്രാവശ്യം ഞാനൊരു നല്ല ഡ്രോയിങ് വരയ്ക്കാൻ ശ്രമിക്കും.
ഷീ വാസ് ഹാപ്പി ഇൻ ദ സക്സസ് ഓഫ് അതേഴ്സ്. അവൾ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തോഷമായിരുന്നു. ഷീ ഓൾവേസ് ട്രൈഡ് ടു ലേൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. അവളുടെ മിസ്റ്റേക്കിൽ നിന്ന് അവൾ പഠിക്കാൻ ശ്രമിച്ചു. അവളുടെ മിസ്റ്റേക്കൊക്കെ തിരുത്തി അവൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചു. ഹർ ടീച്ചർ പാറ്റഡ് ഹെർ ആൻഡ് സെഡ്, റിയ യു ഡിഡ്ന്റ് വിൻ, സ്റ്റിൽ യു ആർ ഹാപ്പി, യു ആർ എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ്. അവളുടെ ടീച്ചർ അവളെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞു, റിയ നീ ജയിച്ചില്ല, പക്ഷെ നീ ഇപ്പോൾ ഒരു ഹാപ്പിയാണ്, നീ മറ്റുള്ളവർക്ക് നല്ലൊരു എക്സാമ്പിളാണ് നീ എന്ന് പറഞ്ഞു. ഓക്കെ. വാട്ട് ഡിഡ് റിയ ഗീവ് മനു? റിയ എന്താണ് മനുവിന് കൊടുത്തത്? എന്തായിരുന്നു? പെന്നാണോ കൊടുത്തത്, ബുക്കാണോ കൊടുത്തത്, ഒരു പുതിയ പേപ്പറാണോ കൊടുത്തത്, അതൊരു ബോട്ടിലാണോ കൊടുത്തത്? നമ്മൾ വായിച്ചില്ലേ, ഇതൊരു ന്യൂ പേപ്പർ അല്ലെങ്കിൽ ന്യൂ പേപ്പർ. അപ്പം ന്യൂ പേപ്പറാണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റീഡ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ സ്റ്റേറ്റ്മെൻറ്റൊക്കെ വെച്ച് കറക്റ്റ് ആൻസർ ചെയ്യാനാട്ടോ ദേ ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റൊക്കെ വായിച്ച് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് താഴെ തന്നിരിക്കുന്ന ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. താഴെ തന്നിരിക്കുന്ന ഈ ഓപ്ഷൻസും കൂടി വായിച്ചിട്ട് ആദ്യം ഈ സ്റ്റേറ്റ്മെൻറ്റ് വായിക്കണം. എന്നിട്ട് ഇതൊക്കെ നമ്മൾ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ ഇട്ട് വെച്ചിട്ട് ഈ ഓപ്ഷൻസ് വെച്ചിട്ട് അതിന് ആൻസർ ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഓപ്ഷൻ നോക്കിയാൽ ആശ ഈസ് റിയാസ് ഫ്രണ്ട്. ആശ റിയയുടെ ഫ്രണ്ടാണ് അല്ലേ? ശരിയാണ്. ഇത് ടീച്ചർ കൺഗ്രാജുലേറ്റർ റിയ. അറിയാനെ ലാസ്റ്റ് ടീച്ചർ കൺഗ്രാജുലേറ്റ് ചെയ്തില്ലേ, അതും ശരിയാണ്. മനൂസ് പേപ്പർ ഗോട്ട് വെയിറ്റ്. മനുവിൻ്റെ പേപ്പർ നന്നു, അതും ശരിയാണ്. റിയ ഗോട്ട് എ പ്രൈസ് ഇൻ ദ കോമ്പറ്റീഷൻ. അത് ശരിയാണ്. റിയക്ക് പ്രൈസ് കിട്ടിയില്ലായിരുന്നല്ലോ, അപ്പോൾ അത് തെറ്റാണ്. ഇനി നമുക്ക് ഓപ്ഷൻസ് വായിക്കാം. നമ്മൾ എന്തായാലും 4 തെറ്റാണ്. അപ്പം ഈ 4 വന്നാൽ ഇത് രണ്ടും ശരിയല്ല. ഈ ഓപ്ഷൻസ് രണ്ടും ശരിയല്ല. കണ്ടോ, ഇതിൽ 4 വരുന്നുണ്ട്. 4 തെറ്റല്ലേ, ഇവിടെ കറക്റ്റ് എന്നല്ലേ പറഞ്ഞേക്കണത്. അപ്പം അത് രണ്ടും തെറ്റാണ്. ഇനി ഓൾ ആർ കറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾ ആർ കറക്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ 4 വരില്ലേ, ഐവിയും വരില്ലേ? അപ്പോൾ ഓൾ ആർ കറക്റ്റ് അല്ലേ. ഇനി നമ്മൾ സി ഓപ്ഷൻ നോക്കിക്കേ, ഇതും കറക്റ്റല്ല. 1, 2 ആൻഡ് 3 ആർ കറക്റ്റ്. 1 കറക്റ്റാണ്, 2 കറക്റ്റാണ്, 3യും കറക്റ്റാണ്. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ശരിയായിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, അങ്ങനെ നമ്മൾ ഓപ്ഷൻ വായിച്ചിട്ട് സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കണം കേട്ടോ നല്ലത്. അപ്പോൾ ഇച്ചിരി കൂടി സിമ്പിളാകും. അല്ലാതെ ഇപ്പോൾ ഓൾ ആർ കറക്റ്റ് നമ്മൾ നോക്കുക, ആശ റിയയുടെ ഫ്രണ്ടാണ്, ശരിയാണ്. ടീച്ചർ അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ വരും, ചിലപ്പോൾ ആൻസർ തെറ്റാൻ സാധ്യതയുണ്ട് കേട്ടോ. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദിസ് സ്റ്റോറി? ഈ സ്റ്റോറിയുടെ മെസ്സേജ് എന്താണ്? നമ്മളിപ്പോൾ ഒരു ഹെൽപ്ഫുള്ളും ഭയങ്കര ദയമുള്ളവരും ആയിരിക്കണം. പിന്നെ നമ്മൾ മറ്റുള്ളവരുടെ വിജയത്തിൽ അസൂയപ്പെടൽ, സന്തോഷിക്കണം. ഓക്കെ, അങ്ങനത്തെ കുറേ മെസ്സേജ് തന്നുണ്ട് സ്റ്റോറി. വൈ ഡിഡ് ദ ടീച്ചർ കൺഗ്രാജുലേറ്റ് റിയ? എന്തുകൊണ്ടാണ് റിയനെ കൺഗ്രാജുലേറ്റ് ചെയ്ത ടീച്ചറെ? അവൾ ഷീ ഡിഡൻറ്റ് വിൻ എനി പ്രൈസ് ബട്ട് ഷീ വാസ് ഹാപ്പി. ഷീ ഈസ് ഹാപ്പി ഇൻ ദ അതർ സക്സസ് ഓഫ് അതേഴ്സ്. അവൾ മറ്റുള്ളവരുടെ വിജയത്തിൽ സന്തുഷ്ടയായിരുന്നു. ഓക്കെ. അറ്റംപ്റ്റ് എനി 1 ആക്ടിവിറ്റി ഫ്രം ദ ഫോളോയിങ് ക്യാരക്ടർ സ്കെച്ച്. 2 ക്യാരക്ടർ സ്കെച്ച് കൊടുത്തിട്ടുണ്ട്. ആ ക്യാരക്ടർ സ്കെച്ചിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ആദ്യത്തെ ഇത് കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ 2 എയും ഉണ്ട് 2 ബിയും ഉണ്ട്. അപ്പോൾ ഇതിന് ഏതെങ്കിലും അറ്റൻഡ് ചെയ്താൽ മതി. നമ്മളിപ്പോൾ 2 കാണിക്കുന്നുണ്ട് ഇതിൽ. ആദ്യത്തെ നോക്കിക്കേ, യു ഹാവ് റീഡ് റിയ സ്റ്റോറി. നമ്മൾ റിയയുടെ സ്റ്റോറി വായിച്ചു. ഷീ ലവ്സ് ഡ്രോയിങ് ആൻഡ് പെയിൻറ്റിങ്. അവൾ പെയിൻറ്റിങ്ങും ഡ്രോയിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഷീസ് റെഡി ടു ഹെൽപ്പ് അതേഴ്സ്. അവൾ മറ്റുള്ളവരെ സഹായിക്കാൻ റെഡിയായിരുന്നു. പ്രിപ്പയർ എ ക്യാരക്ടർ സ്കെച്ച് ഓഫ് റിയ. റിയയുടെ ഒരു ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, ഇതാണ് റിയയുടെ ക്യാരക്ടർ സ്കെച്ച്, ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഈ CS എന്ന് എഴുതിയേക്കണം, ഇവിടെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ക്യാരക്ടർ സ്കെച്ചിന് CS ഇട്ടേ ഉള്ളൂ കേട്ടോ. ക്യാരക്ടർ സ്കെച്ച് നാട്ടത്.
Ria is a 12-year-old girl studying in class 7 who loves to draw and paint. റിയ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഡ്രോയിങ്ങും പെയിൻറ്റിങ്ങൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയായിരുന്നു. ഷീ ഈസ് വെരി പങ്ക്ച്വൽ ആൻഡ് കംസ് ഏർലി ടു സ്കൂൾ ടു പ്രിപ്പയർ ഫോർ ഹെർ ആർട്ട് കോമ്പറ്റീഷൻ. റിയ ഭയങ്കര പങ്ക്ച്വലായിരുന്നു. പങ്ക്ച്വൽ എന്ന് വെച്ചാൽ കൃത്യനിഷ്ഠ. എപ്പം നേരത്തെയൊക്കെ വന്നത്, എപ്പം നല്ല കൃത്യനിഷ്ഠയായിരിക്കും, എപ്പം ടൈമിലായിരിക്കും വന്നത്. ആൻഡ് കംസ് ഏർലി ടു സ്കൂൾ ടു പ്രിപ്പയർ ഫോർ ഹെർ ആർട്ട് കോമ്പറ്റീഷൻ. ആൻഡ് അവളുടെ ആർട്ട് കോമ്പറ്റീഷന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്കൂളിൽ നേരത്തെ വരും. റിയ ഈസ് കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ. അവൾ ഭയങ്കര കൈൻഡും ദയുള്ളവളും ഹെൽപ്ഫുള്ളും ഒക്കെ ആയിരുന്നു. വെൻ മനുസ് പേപ്പർ ഗോട്ട് വെയിറ്റ് ഷീ ഇമ്മീഡിയറ്റ്ലി ഗേവ് ഹിം എ ന്യൂ വൺ. എപ്പോഴും മനുവിൻ്റെ പേപ്പർ നനഞ്ഞപ്പോൾ അവൾ പെട്ടെന്ന് തന്നെ അവന് വേറൊരു പേപ്പർ കൊടുത്തു. ഇവൻ ദാറ്റ് ഷീ ഡിഡിൻ വിൻ ദ പ്രൈസ്. എന്നാലും അവൾ പ്രൈസിൽ വിൻ ജയിച്ചില്ല. ഷീ വാസ് നോട്ട് സാഡ്. പക്ഷെ അവൾ സങ്കടപ്പെട്ടില്ല. ഇൻസ്റ്റെഡ് ഷീ ഹാപ്പിലി കൺഗ്രാജുലേറ്റഡ് ഹെർ ഫ്രണ്ട് ആൻഡ് ഡിസൈഡഡ് ടു ലേൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. സങ്കടപ്പെടാതെ, ഇൻസ്റ്റെഡ് എന്ന് വെച്ചാൽ സങ്കടപ്പെടാതെ ഷീ ഹാപ്പിലി കൺഗ്രാജുലേറ്റഡ് ഹെർ ഫ്രണ്ട് ആൻഡ് ഡിസൈഡഡ് ടു ലേൺ ഫ്രം ഹെർ മിസ്റ്റേക്ക്. എന്നിട്ട് അവളുടെ ഫ്രണ്ടിനെ ഹാപ്പി ആയിട്ട് അഭിനന്ദിച്ചു. എന്നിട്ട് അവളുടെ മിസ്റ്റേക്കൊക്കെ പഠിക്കാൻ തീരുമാനിച്ചു. എന്ന് വെച്ചാൽ അവളുടെ മിസ്റ്റേക്ക് തിരുത്താൻ തീരുമാനിച്ചു. ബിക്കോസ് ഓഫ് ഹെർ ഗുഡ് ക്വാളിറ്റീസ് ഹെർ ടീച്ചർ കോൾഡ് ഹെർ എ ഗുഡ് എക്സാമ്പിൾ ഫോർ അതേഴ്സ്. അവളുടെ ഈ നല്ല ശീലങ്ങളൊക്കെ ക്വാളിറ്റീസൊക്കെ കൊണ്ട് അവളുടെ ടീച്ചർ അവളെ എല്ലാവരോടും പറഞ്ഞു അവൾ നിങ്ങൾക്കൊക്കെ നല്ലൊരു മാതൃകയെന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഒരു പ്രോബ്ലം ഉണ്ട്. ഈ 2 ബി ഉണ്ടല്ലോ, അത് നമ്മൾ യൂട്യൂബിൽ എൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല ഈ പാഠത്തിൻ്റെ. ഞാൻ ഈ പാഠം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇതെന്ന് വെച്ചാൽ ഒരു കുട്ടിയുടെ പാഠമാണ്. ആ കുട്ടിയുടെ പേര് പാഠത്തിൽ പറഞ്ഞിട്ടില്ലെങ്കിലും ഏതോ ആക്ടിവിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. ഇർമ എന്നാണ് ആ കുട്ടിയുടെ പേര്. നോക്കി, ഇർമ, IRMA, ഇർമ എന്നാണ് കുട്ടിയുടെ പേര്. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. എന്നുവെച്ചാൽ ഈ ഇർമ എന്ന കുട്ടിയുടെ പാവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. കണ്ടോ, ഇവിടെ പാവയായിട്ടല്ലേ ഇരിക്കണത്. പാവനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ പാവേനെ കുട്ടിക്ക് നഷ്ടപ്പെട്ടു, കളഞ്ഞുപോയി. പാവനെ കളഞ്ഞുപോയപ്പം കുട്ടി ഇരുന്ന് ബെർലിനിലൊരു പാർക്കിലിരുന്ന് കരയാണ്. അപ്പോൾ ഒരു ജർമ്മൻ റൈറ്ററാണ് കേട്ടോ ഈ ഫ്രാൻസ് കഫ്ക എന്ന് പറഞ്ഞ ഒരാളുണ്ട്. കഫ്ക എന്നാണ് നമ്മൾ പറയാം. അയാളാണെങ്കിൽ വന്ന് ഈ കുട്ടീൻ്റെ അടുത്ത് എന്തിനാ കരയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എൻ്റെ പാവൻ നഷ്ടപ്പെട്ടു, എൻ്റെ ഫേവറേറ്റ് ഡോളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ കഫ്ക പറഞ്ഞു സങ്കടപ്പെടുന്നത്, ഞാൻ നിൻ്റെ പാവനെ തിരക്കാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ ഫ്രാൻസ് കഫ്ക ഡോളിൽ നിന്ന് എഴുതിയത് പോലത്തെ ഒരു ലെറ്റർ കഫ്ക എഴുതി. ഡോളാണ് എഴുതിയെന്ന് പറഞ്ഞ് ആ കുട്ടിക്ക് കൊടുത്തു. നിൻ്റെ ഡോൾ നിനക്ക് അയച്ച ലെറ്ററാണ്. അപ്പോൾ ആ കുട്ടി ഇത് ഭയങ്കരമായിട്ട് വിശ്വസിച്ചു. അങ്ങനെ എപ്പോഴും ലെറ്റർ വന്നുകൊണ്ടിരിക്കാൻ തുടങ്ങി. എന്നാൽ ലെറ്ററിൽ എഴുതിയേക്കുന്നത് ആ ഡോള് ഭയങ്കര അഡ്വെഞ്ചറിലാണ്, വേൾഡ് ട്രിപ്പിലാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് എഴുതി. അപ്പോൾ ആ കുട്ടിക്ക് ഭയങ്കര ഹാപ്പി. എന്നാലും അവളുടെ ഡോളിനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. ഒരു ദിവസം കഫ്ക വന്ന് പറഞ്ഞു ഡോള് കല്യാണം കഴിക്കാൻ പോവാമെന്ന് കഫ്ക പറഞ്ഞു. അപ്പോൾ കഫ്ക പറഞ്ഞപ്പോൾ അത് കേട്ടപ്പോൾ ഈ കുട്ടിക്ക് ഒന്നും കൂടി ഭയങ്കര സന്തോഷമായിട്ട് ആ കുട്ടി എന്നാലും ആ കുട്ടിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു ഡോളിനെ മിസ് ചെയ്യാനില്ലേ. അപ്പോൾ ഇത് ഫുള്ള് ഞാൻ പറഞ്ഞിട്ടില്ല, ചെറുതായിട്ടേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇനിയും അതിൻ്റെ ഇടയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ കഥ യൂട്യൂബിൽ ഇട്ടിട്ടില്ല അതാട്ടോ. അപ്പം ഈ കുട്ടി ഭയങ്കര
പാവമായിരുന്നു, ഭയങ്കര നിഷ്കളങ്കതയായിരുന്നു. പിന്നെന്താ, എപ്പോഴും എല്ലാം നല്ലതായിട്ട് വിശ്വസിക്കും. കുട്ടി ഭയങ്കര വിശ്വസിക്കും, എപ്പോൾ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. അങ്ങനത്തെ ഒരു കുട്ടിയായിരുന്നു അത്. അപ്പോൾ ഈ ഫോളോയിങ് ഹിൻസ് വെച്ച് നമുക്കത് ചെയ്യാം. ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത്. സിറ്റ്സ് ഇൻ ദ പാർക്ക് സാഡ്, സങ്കടത്തോടെ പാർക്കിലിരുന്നപ്പോൾ. സാഡ് ആഫ്റ്റർ ലോസിങ് ദ ഡോൾ, പാവം നഷ്ടപ്പെട്ടതിന് ശേഷം കരഞ്ഞപ്പോൾ. ഹാപ്പി ടു റീഡ് ദ ലെറ്റേഴ്സ് ഫ്രം ദ ഡോൾ, എന്താ ഡോളിൽ നിന്നുള്ള ലെറ്റർ വായിച്ചപ്പോൾ ഹാപ്പി ആയപ്പോൾ. വെയിറ്റിംഗ് ഫോർ ദ ഡോൾ അഗൈൻ, ഡോളിനൊന്നും കൂടി കാണാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ലവ്സ് ദ ഡോൾ വെരി മച്ച്, ഡോളിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ക്യാരക്ടറും സ്കെച്ചും ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നോക്കാം. എർമ ഈസ് എ ലവിങ് ആൻഡ് ഇന്നസെൻറ്റ് ലിറ്റിൽ ഗേൾ. ഇർമാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 2 ആക്ടിവിറ്റിയിൽ എങ്ങാണ്ട് ഇർമ എന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ല, സ്റ്റോറിയിൽ ഇർമ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ കുട്ടിയുടെ പേര്. എർമ ഈസ് എ ലവിങ് ആൻഡ് ഇന്നസെൻറ്റ് ലിറ്റിൽ ഗേൾ. ഇർമ ഭയങ്കര സ്നേഹമുള്ളതും നിഷ്കളങ്കതയുള്ളൊരു കുഞ്ഞു കുട്ടിയായിരുന്നു. ഷീ ലവ്സ് ഹെർ ഡോൾ വെരി മച്ച്. അവളുടെ ഡോളിനെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിരുന്നു. വെൻ ഷീ ലോസസ് ഹെർ ഡോൾ, അവളുടെ ഡോൾ നഷ്ടപ്പെട്ടപ്പോൾ ഷീ ഗെറ്റ്സ് വെരി സാഡ് ആൻഡ് ക്രൈസ് ഇൻ ദ പാർക്ക്. ഭയങ്കര സങ്കടത്തോടെ പാർക്കിലിരുന്ന് കരഞ്ഞു. ഷീ ഈസിലി ബിലീവ്സ് ദ ലെറ്റേഴ്സ് റിട്ടേൺ ബൈ ഫ്രാൻസ് കഫ്ക. അവൾ ഫ്രാൻസ് കഫ്ക എഴുതിയ ലെറ്ററൊക്കെ പെട്ടെന്ന് തന്നെ വിശ്വസിച്ചു. ഷീ ഫീൽസ് ഹാപ്പി ടു റീഡ് അബൌട്ട് ഹെർ ഡോൾസ് അഡ്വഞ്ചേഴ്സ്. അവളുടെ ഡോളിൻ്റെ അഡ്വഞ്ചേഴ്സൊക്കെ വായിച്ചപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഹൗ എവർ ഷീ സ്റ്റിൽ മിസ്സസ് ഹെർ ഡോൾ എവറി ഡേ. എന്നിരുന്നാലും അവളുടെ ഡോളിനെ എപ്പോഴും അവൾ മിസ് ചെയ്യുമായിരുന്നു. ഫൈനലി വെൻ ഷീ ഹിയർസ് അബൌട്ട് ഹെർ ഡോൾസ് മാരേജ് ഷീ ഫീൽ ഹാപ്പി ഫോർ ഹെർ. അവസാനം അവളുടെ ഡോള് മാരേജ് ചെയ്യാൻ പോകുമെന്ന് അറിഞ്ഞപ്പോൾ അവൾ ഭയങ്കര ഹാപ്പിയായിട്ട് ഡോളിനെ കുറിച്ച് ആലോചിച്ച് വളരെയധികം സന്തോഷിച്ചു. എർമ ഷോസ് പ്യുവർ ലവ് ആൻഡ് സ്വീറ്റ് ഇന്നസെൻറ്റ് ഇൻ ദിസ് സ്റ്റോറി. എർമ ഭയങ്കര സ്നേഹമുള്ളവളും മിക്ക നിഷ്കളങ്കത ഉള്ള കുട്ടിയായിട്ടാണ് ഈ സ്റ്റോറിയിൽ കാണിച്ചിരിക്കുന്നത്. ഇത്ര ഉള്ളട്ടെ എർമയുടെ സ്റ്റോറി. നമുക്ക് ഇമെയിലല്ല, അടുത്തത് 3ാമത്തെ ആക്ടിവിറ്റി ഇതുപോലെയാണ്. എയും ഉണ്ട് ബിയും ഉണ്ട്. അതിൽ 3ൻ്റെ തന്നെ ഒരു ആക്ടിവിറ്റി കേട്ടോ. 3ൻ്റെ തന്നെ ഒരു ആക്ടിവിറ്റിയാണ്. അതിൽ എയും ഉണ്ട് ബിയും ഉണ്ട്. 3 എയും ഉണ്ട് ബിയും ഉണ്ട്. ഏതെങ്കിലും ഒരെണ്ണം ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇവിടെ 2 ചെയ്ത് കാണിച്ചു തരാം. ആദ്യത്തെ എന്താണ്? ആദ്യത്തെ പോസ്റ്ററാണ് കേട്ടോ. അപ്പം ഓക്കെ, പോസ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കുക. മെനി പീപ്പിൾ സ്പെൻഡ് ടു മച്ച് ടൈം ഓൺ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം എക്സെട്ര. കുറേ ആൾക്കാർ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എന്ന് വെച്ചാൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറേ നേരം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അഡിക്ഷൻ ടു സോഷ്യൽ മീഡിയ ക്രിയേറ്റ്സ് മെനി ഹെൽത്ത് പ്രോബ്ലം. സോഷ്യൽ മീഡിയയോടുള്ള അഡിക്ഷൻ കുറേ ഹെൽത്ത് പ്രോബ്ലംസൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ വരും. ഇറ്റ് ഹാഫക്ട് ഓൾസോ സ്റ്റഡി ഓൾസോ. ഇത് പഠിത്തത്തെയും ബാധിക്കും. പ്രിപ്പയർ എ പോസ്റ്റർ ടു ഗീവ് എ മെസ്സേജ് അഗെയിൻ സോഷ്യൽ മീഡിയ അഡിക്ഷൻ. സോഷ്യൽ മീഡിയ അഡിക്ഷൻ എതിരെ ഒരു പോസ്റ്റർ ചെയ്യാം. അപ്പോൾ പോസ്റ്റർ ചെയ്യാമ്പോൾ നമുക്ക് മാത്രമൊക്കെ വരച്ചത് മോഡൽ വരച്ചാൽ മതി. നമ്മളൊരു ആദ്യം ബോക്സിലാക്കണം കേട്ടോ പോസ്റ്റർ. എന്നിട്ട് നമുക്ക് ഒരു ഫോൺ വരയ്ക്കും. ഫോണാണെന്ന് നിങ്ങൾ വിചാരിക്കാം. നമുക്ക് റെഡ് കളറൊക്കെ വെച്ചത് ഇങ്ങനെ വെട്ടിയിടാം. കുറേ കളറൊക്കെ വരച്ചെടുക്കാം. ഇങ്ങനെ ബോർഡറൊക്കെ ഇങ്ങനെ കൊടുക്കാം.
എന്തെങ്കിലും വേർഡൊക്കെ എഴുതാം. എന്താണ് ബാലൻസ് യുവർ സ്ക്രീൻ, ബാലൻസ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് അവിടെയൊക്കെ എഴുതി. ഇനി നന്നായിട്ട് വരയ്ക്കാം കേട്ടോ. ഇപ്പോൾ ഫോൺ മാത്രം വരച്ച് നോക്കണ്ട, ഇനി നമുക്ക് കുറേ കൂടി ഡിവൈസൊക്കെ വരച്ച് വെച്ച് ഇങ്ങനെ വെട്ടിയിടാം. വേറെ കുറേ പടമൊക്കെ വരയ്ക്കുന്നത്, പുറത്തുനിന്ന് കളിക്കുന്നതും അല്ലെങ്കിൽ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കണൊക്കെ വെച്ചിട്ട് ഇത് നല്ല ടിക്കിടാം. ഞാനൊരു ഇതുണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലൊന്നും വലിച്ചു വാരി എഴുതാണ് എൻ്റെ മോഡൽ മാത്രമേ തന്നിട്ടുള്ളൂ കേട്ടോ. ഇത് കണ്ടോ, ബാലൻസ് ദ സ്ക്രീൻ, ബാലൻസ് യുവർ ലൈഫ്. ഓക്കെ, ലെസ് സ്ലീപ്പ്, ഉറക്കം കുറവായിരിക്കും. പുവർ വെൽത്ത്, ഭയങ്കര ആരോഗ്യം കുറവായിരിക്കും. ലോ കോൺസെൻട്രേഷൻ ഭയങ്കര കുറവായിരിക്കും. ബാഡ് ഗ്രേഡ്സ്, പരീക്ഷയ്ക്കൊക്കെ ഭയങ്കര ചീത്ത മാർക്കായിരിക്കും. ലെസ് ഫാമിലിയൊക്കെ ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യണം, കുറവായിരിക്കും. ഇത് നമ്മൾ ഫോൺ യൂസ് ചെയ്യാത്തപ്പോൾ ഗുഡ് സ്ലീപ്പ്, ഗുഡ് ഹെൽത്ത്, ഗുഡ് കോൺസെൻട്രേഷൻ, ഗുഡ് ഗ്രേഡ്, മോർ ഫാമിലി ടൈം. ഇതിൻ്റെ തന്നെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതുപോലൊന്നും അധികമൊന്നും നിങ്ങൾ വാരി വലിച്ചെഴുതണ്ട. ഈ ബാലൻസ് യുവർ സ്ക്രീനിന് മാത്രം എഴുതിയാൽ മാർക്ക് കിട്ടും കേട്ടോ. ഇതിനും ബോക്സിലും പിന്നെ നമ്മുടെ ചിത്രത്തിലും മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത നോട്ടീസ് അല്ലേ, നോട്ടീസ് ആട്ടോ നമ്മളിവിടെ തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു നോട്ടീസ് ചെയ്താൽ മതി. ഓക്കെ, the English club of your school decided to organize an awareness class on social media addiction. Prepare a notice of the program. Add details like date, time, venue, etc. നിങ്ങളുടെ ഇംഗ്ലീഷ് ക്ലബ്ബ് സോഷ്യൽ മീഡിയ അഡിക്ഷനോട് ഒരു ബോധവൽക്കരണ ക്ലാസ് തീരുമാനിച്ചു. അതിനുവേണ്ടി ഒരു നോട്ടീസ് തയ്യാറാക്കാം. നോക്കിയല്ലോ, നോട്ടീസ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബോക്സ് വേണം കേട്ടോ. ബോക്സ് വേണം. അവിടെ സൈഡിൽ അപ്പം നമുക്ക് നോട്ടീസിന് കൊടുക്കാം. നമുക്ക് വേണം സ്കൂൾ കൊടുക്കാം. ഒരു സ്കൂളിൻ്റെ പേര്, സ്കൂളിൽ നിന്ന് ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്, ഏതെങ്കിലും സ്കൂളിൻ്റെ പേരാണ് കൊടുക്കേണ്ടത്. നമ്മൾ ദ ഇംഗ്ലീഷ് ക്ലബ് ഓഫ് ആ സ്കൂള് ഡിസൈഡ് ടു ഓർഗനൈസ് അങ്ങനെയൊക്കെ കൊടുക്കാം. പിന്നെ ഇവിടെ ഡേറ്റ്, ടൈം, വെന്യൂ, പിന്നെ ക്ലാസ് എടുക്കണ ആൾ, പിന്നെ ഇവിടെ എവരി വൺ മസ്റ്റ് പാർട്ടിസിപ്പേറ്റ് എന്നിട്ട് അങ്ങനെയൊക്കെ കൊടുക്കാൻ ഇപ്പോൾ ഉണ്ടാക്കാൻ ശരി കണ്ടോ. ബോക്സിലാണ് നോട്ടീസ് നമ്മൾ ചെയ്യാറ്. ബോക്സിലാണ് ചെയ്യാറ് കണ്ടോ. ഈ നോട്ടീസ് മുകളിൽ